ബിഗ് ബോസിന്റെ ക്ലാസിക് ഗെയിമായ ബിബി ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ടാസ്ക് തുടങ്ങിയതിന് ശേഷം ബിഗ് ബോസ് കാണാനായിട്ട് കുറച്ചും കൂടെ ഒരു ക്യൂരിയസ്ഡ് ആണ് പ്രേക്ഷകർ എന്നാണ് അഭിപ്രായം കിട്ടുന്നത്. കാരണം ഇപ്പൊ നിലവില് അവിടെ രണ്ട് ഗസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. സാബു മോനും ശ്വേതയും രണ്ടുപേരും ബിഗ് ബോസ് സീസൺ 1 മത്സരാർത്ഥികളാണ്. ഒരാള് ടൈറ്റിൽ വിന്നറുമാണ്. ഇവർ രണ്ടുപേരും ആ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ ബിഗ് ബോസിലെ നിലവിലുണ്ടായിരുന്ന ഗെയിമിന് സംഭവിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഉണ്ടായിരുന്ന പലരുടെയും ഗെയിം എക്സ്പോസ്ഡ് ആവുകയും പലരുടെയും തനി നിറം പുറത്താവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ഇത്തവണത്തെ പവർ റൂമിലേക്ക് കയറി പറ്റിയ ആളുകൾ അവര് ഒരു തരത്തിൽ ഒരു സേഫ് സോണിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു ഷാഡോ ആയിട്ട് പ്ലേ ചെയ്യുകയോ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങി കളിക്കുമ്പോൾ ആളുകൾക്ക് കറക്റ്റായിട്ട് അവരുടെ ഗെയിം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഗെയിം എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. തനി നിറം പുറത്തു കാണുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഇത് തന്നെയാണ് ഇപ്പം ആ പവർ റൂമിലുള്ള 4 പേരുടെയും കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റസ്മിൻ, നോറ, അൻസിബ, അഭിഷേക്, ഇവർ 4 പേരാണ് പവർ റൂമിലുള്ളത്. ഇവരുടെ 4 പേരുടെയും ഗെയിം എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. ബിബി ഹോട്ടൽ എന്ന് പറയുന്ന ഈ ആഴ്ചത്തെ പവർ റൂം ടാസ്കിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള 15 പേർക്കും വലിയൊരു പ്രഷർ അതിൽ കിട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് കളി കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളത്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു തണുപ്പം മട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് പ്ലേ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഗെയിമിന്റെ രീതി തന്നെ മാറിയിട്ടുണ്ട്. അതായത് അവർക്ക് ഇൻഡിവിജ്വലി കളിച്ച് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ ഒരു പെർഫോമൻസും സ്പേസും സ്ക്രീൻ സ്പേസ് ഒക്കെ ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട്. രണ്ടാമത് കോയിൻ കൂടുതലായിട്ട് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് അവർക്കൊരു ടാസ്ക് തന്നെയാണ്. വരുന്ന ഗസ്റ്റ് എന്ത് മോശം രീതിയിലുള്ളതാണെങ്കിലും അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് അവരുടെ ഭാഗത്തു നിന്ന് കോയിൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് സാബു വന്ന ദിവസം കോയിൻ അധികമായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വന്നിട്ട് വിളിച്ച് പറയുകയുണ്ടായി, ഈ കോയിൻ അത്ര എളുപ്പത്തിൽ അവർക്ക് ലഭിക്കേണ്ട ഒന്നല്ല, അതുകൊണ്ടിട്ട് സൂക്ഷിച്ചേ കൊടുക്കാവുള്ളൂ എന്ന് പറയുമ്പം സാബുവും പറയുന്നുണ്ട്, എനിക്കതൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, ഇപ്പോഴാണ് എനിക്കത് ക്ലിയർ ആവുന്നത്, ഇനി മുതൽ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് അത്രത്തോളം ഡിഫിക്കൽട്ടാണ് ഈ കോയിൻസ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡിവിജ്വലി ഓരോരുത്തരും കോയിൻസ് കളക്ട് ചെയ്യണം. അത് അവരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വലി കളക്ട് ചെയ്യുന്ന പോയിന്റ്സ് വെച്ചിട്ട് ഗ്രൂപ്പ് ഗെയിമിലെ ആ ഒരു കോയിന്റെ എണ്ണം വെച്ചിട്ടാണ് പിന്നീട് അടുത്ത പവർ റൂം ആരാണെന്നുള്ള ഒരു തീരുമാനം വരിക. അപ്പൊ കോയിൻസ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൂടാതെ ഇത്തവണത്തെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ശ്വേത വന്നപ്പോൾ കയ്യിലൊരു ജെം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു കല്ല് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പവർ ഉള്ള ഒരു കല്ലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു കല്ല് ആരാണോ കൈക്കലാക്കുന്നത് അവർക്ക് 10ാമത്തെ വീക്കിലെ നോമിനേഷൻ ഫ്രീ കാർഡാണ് കിട്ടാൻ പോകുന്നത്. 10ാമത്തെ വീക്ക് എന്നൊക്കെ പറയുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് നോമിനേഷൻസ് നടക്കാൻ പോകുന്നതും എവിക്ഷൻസ് കൂടുതലായിട്ട് നടക്കാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. കാരണം 14 വീക്കാണ് മൊത്തത്തിൽ ബിഗ് ബോസിനുള്ളൂ. ഇപ്പൊ തന്നെ 9 വീക്ക് ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു 10ാമത്തെ വീക്കിലൊക്കെ ഒരുപാട് നോമിനേഷൻസ് ഒക്കെ നടക്കാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് ഈ ഒരു കല്ല് കൈക്കലാക്കുന്നവർക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് ലഭിക്കുന്നു എന്നുള്ളത് ഒരു ഇതാണ്. അപ്പൊ ആ ഒരു ജെം കൈക്കലാക്കണം. ദെൻ ഗസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യണം. ഗസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ഈ ഗെയിമിൽ നിന്നും പുറത്തു പോകുന്നതാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുകൂടാതെ ഇതിനൊക്കെ അപ്പുറമായിട്ട് പവർ റൂം പിടിച്ചടക്കാനുള്ള ഒരു ശ്രമവും നടത്തണം. ഇത്രയും വലിയ ടാസ്കിന്റെ ഇടയിലാണ് ഇവരുടെ പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു സ്ട്രെസ് തന്നെയാണ് ഇവർക്ക് ഇപ്പം നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രേക്ഷകർക്ക് അത്യാവശ്യം എന്റർടൈൻമെന്റ്സ് ഈ ഒരു 2-3 ദിവസമായിട്ട് കിട്ടുന്നുണ്ട്. ബിബി ഹോട്ടൽ ടാസ്ക് എന്തുകൊണ്ടും ഒരു മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ് ഇത്തവണത്തെ സീസണിനെ സംബന്ധിച്ചോളം പറയുമ്പം. കാരണം വന്നിരിക്കുന്ന ഗസ്റ്റുകളും ഇപ്പോഴുള്ള ആ വീട്ടിലുള്ളവരെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള ആ ഒരു വ്യത്യാസം തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പത്തെ സീസണുകളിലുള്ളവരുടെ ഒരു അപ്രോച്ച് അല്ല ഇപ്പൊ ഇവർക്കുള്ളവർക്കുള്ളത്. ഇപ്പൊ ഇവർക്കുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ഒരു തരം ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ഗെയിം കളിക്കുക എന്നുള്ളതിനപ്പുറം ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്ന ഒരു രീതി അവർക്കില്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്വേത അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 ആണ്. 60ാമത്തെ എപ്പിസോഡാണ്. 59 ദിവസമായിട്ടുണ്ട് ആ വീട്ടില്. 15 പേരാണ് ഇപ്പോൾ നിലവിൽ മത്സരാർത്ഥികളായിട്ട് അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ ഒരു എപ്പിസോഡിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പം നോറയും ഋഷിയും തമ്മിൽ ആദ്യത്തിൽ തന്നെ ഒരു ഓംലേറ്റ് ഉണ്ടാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പം ഗസ്റ്റിന് വേണ്ടിയിട്ട് ഓംലേറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. പക്ഷെ ആ ഒരു ഓംലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത്, ആ ഓംലേറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറച്ച് രസകരമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. സാബു എന്ന് പറയുമ്പോൾ മാക്സിമം ഇവരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓംലേറ്റ് എന്നൊക്കെ പറയുന്നതിന് പകരം സണ്ണി സൈഡ് അപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അതെന്താണെന്നുള്ള ഡിസ്കഷൻസ് വരികയും ഋഷി അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ കൊടുക്കാം, കൊടുത്തതിന് ശേഷം കഴിച്ചിട്ട് എന്തെങ്കിലും പറയാം, നമുക്ക് മാറ്റി കൊടുക്കാം എന്നുള്ള തരത്തിൽ ലാസ്റ്റ് അപ്സരയും ശരണ്യയും കൂടെ ആ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ ഓംലെറ്റ് അത് പൊട്ടിപ്പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ആ പൊട്ടിപ്പോയ ഒരു ഓംലെറ്റ് അത് പവർ റൂമിലേക്ക് ഇവർ കൊടുക്കുകയാണ്. അത് താഴെ വീണിട്ടുണ്ട്. ആ ഒരു താഴെ വീണ ക്ലിപ്പിംഗ് ഒക്കെ ഇപ്പൊ അത്യാവശ്യം വൈറലാണ്. വൃത്തിയുടെ ഒരു ടാഗ് ലൈൻ പറഞ്ഞുകൊണ്ട് ആ ഒരു ക്ലിപ്പിംഗ് ഒക്കെ വൈറലായിട്ട് തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു താഴെ വീണിട്ടുള്ള ആ ഒരു ഓംലെറ്റ് പവർ റൂമിലേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ പവർ റൂമിലേക്ക് ഇത് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഋഷിയാണ്. ഋഷി ഇത് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് നോറയോട് ഇത് HR-ന് കഴിക്കാലോ എന്ന് പറയുമ്പം നോറയുടെ ഒരു മറുപടി ഉണ്ട്. ഇതുവരെ കണ്ട നോറ അല്ല, അല്ലെങ്കിൽ നോറയുടെ റിയൽ ക്യാരക്ടർ ഇതാണോ എന്ന് തോന്നുന്ന തരത്തില് നോറ ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന അത്രയും മോശം ഒരു കാര്യം ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. നോറ ഫുഡ് ഋഷിയോട് കഴിക്കാൻ പാടില്ല എന്ന് പറയുകയും അപ്പൊ ആ ഒരു സമയത്ത് ഋഷി എന്തോ വല്ലാതെ ആയി പോകുന്ന സമയത്ത് അൻസിബ് അത് കയറി മാനേജ് ചെയ്ത് നീ കഴിച്ച ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. നോറ കറക്റ്റായിട്ട് വന്ന വഴി മറക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഫീഡ്ബാക്ക്. എല്ലാ തൊഴിലാളികളും ഒരുപോലെ ആവണം എന്നില്ലെന്നാണ് അൻസിബ് ആ ഒരു സമയത്ത് ഋഷിക്ക് ഇത് കൊടുത്തുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പൊ നോറ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ തൊഴിലാളികൾ തൊഴിലിന്റെ സമയത്ത് മുതലാളിമാർ ആ ഒരു ഫേവറിസം കാണിക്കാൻ പാടില്ല എന്നൊരു പോയിന്റാണ് നോറ പറയുന്നത്. അപ്പൊ അതിന് കൗണ്ടർ ആയിട്ടാണ് അൻസിബ ഈ ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട് അത് ഋഷിക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ അർജുന്റെയും ശ്രീധുവിന്റെയും കുറച്ച് കുട്ടിയായിട്ടുള്ള ക്യൂട്ട് റൊമാൻസ് മൊമെന്റ്സ് ഒക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ രീതിയിലുള്ള മോഷണങ്ങളൊക്കെ, തട്ടുകട എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റപ്പും അവിടെ കുറച്ച് സ്നാക്സും സ്വീറ്റ്സും ഒക്കെ ഇരിക്കുന്ന സമയത്ത് അതെടുക്കാനും അത് കട്ട് കഴിക്കാനൊക്കെ ആയിട്ടുള്ള അവരുടെ ആ ഒരു വ്യഗ്രതയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് കുറച്ച് ക്യൂട്ടായിട്ടും എന്റർടൈൻമെന്റ് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ശ്രീധു ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുകയും അർജുൻ അത് കട്ടെടുക്കുകയും പിന്നീട് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് മറ്റാരും കാണാതെ കഴിക്കുകയൊക്കെ ചെയ്യുന്ന കുറച്ച് ക്യൂട്ട് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം കർക്കശക്കാരിയായ അലക്സാണ്ട്ര രാജകുമാരി ആ വീട്ടിലേക്ക് കയറി വരികയാണ്. ഭയങ്കര പ്രൗഢഗംഭീരമായ ഒരു വരവ് തന്നെയാണത്. അതിൽ നല്ല ഒരു രസകരമായിട്ട് ആ ഒരു ക്യാരക്ടറിൽ നിന്നുകൊണ്ടിട്ട് ശ്വേത കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ശ്വേതയുടെ ആ ഒരു എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവും അതുപോലെ ഗെയിം ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ശ്വേതയുടെ ഒരു പ്ലാൻസ് ഒക്കെ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. അപ്പൊ അത്തരത്തില് രാജകുമാരി കടന്നു വരികയും അപ്പൊ രാജകുമാരിയുടെ കയ്യിലുള്ള ഒരു ഡയമണ്ട് ഉണ്ട്. ആ ഡയമണ്ടിനെ പറ്റിയിട്ട് അവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് 10ാമത്തെ വീക്കില് നോമിനേഷൻ ഫ്രീ കാർഡിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ശ്വേത കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശ്വേത ആ വീട്ടിലേക്ക് കയറി വരുന്നതിന് മുമ്പ് തന്നെയായിട്ട് സാബുവിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുക്കിംഗ് ടീം എന്ന് പറയുന്നത് ശരണ്യ, സായി, നന്ദന, അപ്സര ഇവർ 4 പേരായിരുന്നു. അപ്പൊ ഇവർ 4 പേരെയും മുതലാളിമാര് ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഫുഡ് ക്വാളിറ്റി മോശമാണ് എന്ന് പറഞ്ഞിട്ട് സാബുമോൻ ഒരു കംപ്ലൈന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സാബു അവിടെ ഒരു ഗെയിമിന് ഒരു ട്വിസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അപ്പൊ 2 തവണ ഫുഡിന്റെ പ്രോബ്ലം ആയിട്ട് നിസ്സാരമായ കാര്യങ്ങളാണ്, പക്ഷെ ഒരു ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം അത് വരുമ്പോൾ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് ഫുഡ് ക്വാളിറ്റി പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് HR-ക്ക് കൊടുക്കുകയും HR അത് ഓണേഴ്സിനോട് അറിയിക്കുകയും അപ്പോൾ ഓണേഴ്സ് അവിടെ അല്ലെങ്കിൽ തന്നെ രാവിലെ മുതൽ അൻസിബയൊക്കെ ഒരു തീരുമാനം പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ഇന്നിങ്ങടെ ഈ ഒരു ഗെയിമിൽ കളിക്കാൻ പറ്റുള്ളൂ, നാളെ മുതൽ ഈ ഒരു ഗെയിം കളിക്കാൻ പറ്റില്ല, അതുകൊണ്ടിട്ട് ഈ ഗെയിമിൽ ഒന്നും നോക്കാണ്ട് നമുക്ക് ഇനി എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ടെർമിനേറ്റ് ചെയ്തേക്കാം എന്നുള്ള തരത്തിൽ ഒരു ഇത് സംസാരം അവരുടെ ഇടയിൽ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് അവർക്ക് 2 ഓപ്ഷൻസ് കൊടുത്തു. പവർ റൂം 2 ഓപ്ഷൻസ് കൊടുക്കുകയുണ്ടായി. ഒന്ന്, നിലവിലുള്ള കോയിൻസ് ഒക്കെ തിരിച്ചു കൊടുത്തുകൊണ്ടിട്ട് ഗെയിം കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് പുറത്താവുക എന്നുള്ളതാണ്. അവർ ആ ഒരു കോയിൻസ് തിരിച്ചു കൊടുത്ത് ഗെയിമിനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നതിന് പകരം ഞങ്ങൾ ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ്. അപ്പൊ അവർ ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ശ്വേത വരുന്ന സമയത്ത് അവർ പുറത്താണ്, അവർക്ക് ഇനി വീടിനകത്ത് കയറാൻ പാടില്ല എന്നൊരു റൂളും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ശ്വേത വരുമ്പം ശ്വേതയുടെ അടുത്ത് റൂംസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത്
പറയുന്നുണ്ട് ഇതാണ് പവർ റൂം, ഇതിലേക്ക് കയറാൻ പാടില്ല എന്ന് പറയുമ്പം ശ്വേതയുടെ ആ ഒരു രാജകുമാരി എന്നുള്ള നിലയിൽ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു വോയിസിലൊക്കെ പറയുമ്പം നല്ല രസമുണ്ടായിരുന്നു. റൂൾസ് ബ്രേക്ക് ചെയ്യാനുള്ളതല്ലേ, ഞാൻ എന്തായാലും കയറും എന്നുള്ള തരത്തിൽ പറയുന്നുണ്ടായിരുന്നു. ശ്വേത ശരിക്കും പവർ റൂമിന്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അത് പവർ റൂമിനെ നല്ല രീതിയിൽ ബാധിക്കും. അത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശ്വേതയാണെങ്കിലും ആരാണെങ്കിലും ആ റൂമിൽ കയറാൻ പാടില്ല എന്നുള്ള ആ ഒരു നിയമം ലംഘിക്കപ്പെട്ടാൽ അത് ബാധിക്കാൻ പോകുന്നത് പവർ റൂമിനെ തന്നെയായിരിക്കും. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് അതിന്റെ ഇടയിൽ ശ്വേത പറയുന്നുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് ക്യാപ്റ്റൻ പവർലെസ് ആണ് എന്ന് ശ്വേത പറയുന്നുണ്ട് ഋഷിയോട്. ഈ പവർ റൂമിന്റെ മേലെ ഉള്ള ഒരു പവർ ക്യാപ്റ്റൻ കാണിക്കണം എന്നുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ എവിടെ ഒരു കുത്തൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഋഷിക്കുള്ള ഒരു കുത്തലുണ്ടായിരുന്നു. പിന്നെ ശ്വേത ചൂസ് ചെയ്തത് ഡെൻ റൂമാണ്. അതിലൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും ഇതിനകത്തേക്ക് കയറാൻ പാടില്ല. അപ്പൊ ആരും പ്രഡിക്റ്റ് ചെയ്യുന്നില്ല, നോർമലി എല്ലാവരുടെയും ഡ്രസ്സും കാര്യങ്ങളും സാധനങ്ങളൊക്കെ ആ റൂമിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ശ്വേത പറയുന്നത് ആരും ഈ റൂമിന്റെ അകത്ത് കയറാൻ പാടില്ല, നിലവിൽ ഈ റൂമിന്റെ ഉള്ളിലുള്ള ഒരു കാര്യങ്ങളും പുറത്തേക്ക് പോകാനും പാടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതും ഒരു ടാസ്ക് എന്നുള്ള രീതിയിലേക്ക് മാറുകയായിരുന്നു. കാരണം അവർക്ക് ആ റൂമിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നവരുടെ എസെൻഷ്യൽസ് ഒക്കെ ആ റൂമിന്റെ ഉള്ളിലാണുള്ളത്, അതൊന്നും എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു റൂളിന്റെ അധികാരത്തിൽ വരുന്ന ഒരു സംഭവം. അതിനുശേഷം ശ്വേത അവിടെ നിന്നിട്ട് ഒരു വലിയൊരു ചേഞ്ച് ഒരു ഗെയിമിൽ വരുത്താനായിട്ട് ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് ആ ഒരു കല്ല് ആരും എടുക്കാൻ പാടില്ല എന്നും ആ കല്ലിന് ഇത്രയും ഒരു പവർ ഉണ്ട് എന്നും പറയുന്ന സമയത്ത് അത് മോഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു കുറുക്കന്റെ ബുദ്ധിയായിട്ട് ശ്രമിക്കുന്ന ഓഫ് കോഴ്സ് ആദ്യം ജിൻഡോ തന്നെയായിരിക്കും. അപ്പൊ ജിൻഡോയുടെ ഈ ഒരു നേച്ചറിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശ്വേത അവിടെ ഒരു ഹിഡൻ ടാസ്ക് ജിൻഡോയ്ക്ക് കൊടുക്കുകയാണ്. ഇതിന് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ശ്വേതയ്ക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണോ എന്നറിയില്ല. എന്താണെങ്കിലും ജിൻഡോയ്ക്ക് അത്തരത്തിലൊരു ഹിഡൻ ടാസ്ക് കൊടുത്തുകൊണ്ടിട്ട് ജിൻഡോയെ ഈ ഒരു ഗെയിമിൽ നിന്ന് മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ ഈ ഒരു ചാൻസ് ജിൻഡോയ്ക്ക് കിട്ടാതിരിക്കാനായിട്ട് ശ്വേത ശ്രമിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം സാബു അല്ലാതെ ഈ റൂമിൽ ആരും കയറാൻ പാടില്ല, പക്ഷെ വയലൻസ് പാടില്ല, ചീത്ത വാക്കുകൾ പറയാൻ പാടില്ല. അപ്പൊ ഈ ഒരു കല്ല് മോഷണം പോകാതെ ജിൻഡോ ശ്രദ്ധിക്കണം എന്നതായിരുന്നു ജിൻഡോയ്ക്ക് കൊടുത്ത ഒരു ടാസ്ക്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്ന സമയത്ത് ജിൻഡോ പറയുന്നുണ്ട്, ഞാൻ ചീത്ത വാക്കുകളൊക്കെ പറയുന്ന ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നിർത്തിയിട്ടുണ്ട്, ഞാനിപ്പോൾ അതൊന്നും പറയാറില്ല, ഞാൻ ഒരുപാട് ചേഞ്ച് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുമ്പസാര രഹസ്യമൊക്കെ പറയും പോലെ ജിൻഡോ പറയാണ്, ഞാനടക്കം എല്ലാവരും ഇത് മോഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അതിൽ ഞാനും ഉണ്ടെന്നൊക്കെ. അപ്പം ശ്വേത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ പ്ലാൻ ക്വിറ്റ് ചെയ്യണം, ഇതൊരു ഹിഡൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ ജിൻഡോയും ഇത് മോഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് വരുത്തി തീർക്കണം. ജിൻഡോനെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തു എന്നുള്ളത് മറ്റാർക്കും മനസ്സിലാവാൻ പാടില്ല, പക്ഷെ ജിൻഡോ ഇത് മോഷ്ടിക്കാൻ പാടില്ല, ഇത് കാത്തു സൂക്ഷിക്കേണ്ടത് ജിൻഡോയാണ് എന്നതാണ് ശ്വേത പറയുന്ന ഒരു ഇത്. അതിൽ വലിയൊരു ജിൻഡോയ്ക്ക് ഒരു തിരിച്ചടി ആണെങ്കിൽ പോലും ജിൻഡോ വരുന്ന ഗസ്റ്റുകളെ ഇംപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ കാര്യം വളരെ ആത്മാർത്ഥതയോടെ ചെയ്യാനായിട്ടുള്ള എല്ലാ ചാൻസസും ഉണ്ട്. കാരണം ആദ്യം മുതൽ ഭയങ്കര ആത്മാർത്ഥതയോടെ സാബുവിന്റെ റൂം ക്ലീൻ ചെയ്യാനൊക്കെ പറയുന്ന സമയത്ത് അപ്പൊ അർജുനൊക്കെ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ചത്ത് കിടന്ന് പണി ചെയ്യരുത്, പെട്ടെന്ന് തളർന്നു പോകുന്നു. പക്ഷെ ജിൻഡോ ചത്ത് കിടന്ന് പണി ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജിൻഡോ ഇല്ലാണ്ടാവുകയാണ്. അത് മനസ്സിലാക്കി തന്നെ സാബുവിന് കിച്ചൺ ടീമിൽ നിന്ന് കൊടുത്തിട്ടുള്ള ലൈം ജ്യൂസ് ഒക്കെ ജിൻഡോയ്ക്ക് കൊടുക്കുന്നുണ്ട്, കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. അതിനുശേഷമാണ് റസ്മിന്റെയും ജാസ്മിന്റെ ഇടയിൽ വലിയൊരു വഴക്ക് അവിടെ ഉണ്ടാവുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, പക്ഷെ ഒരു 3-4 ദിവസമായിട്ട് ഗബ്രി പോയതിനു ശേഷം റസ്മിൻ പെട്ടെന്ന് തന്നെ മാറ്റി പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. ജാസ്മിനെതിരെ തിരിഞ്ഞതാണോ എന്താന്ന് മനസ്സിലാവുന്നില്ല, പക്ഷെ റസ്മിന്റെ ഗെയിം എന്തായാലും മാറിയിട്ടുണ്ട്. റസ്മിനെ കുറച്ച് ആളുകളൊക്കെ അതിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജാസ്മിൻ ആ ഒരു വിഷയം ഉണ്ടായപ്പോൾ, റസ്മിന്റെയും ജാസ്മിന്റെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് അത് ശ്വേത കൊടുത്തൊരു ടാസ്ക് നിറവേറ്റാനായിട്ടാണ് ജാസ്മിൻ അവിടെ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ റസ്മിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു തിരിച്ചടി കിട്ടിയപ്പം ജാസ്മിൻ ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. പക്ഷെ എങ്കിൽ പോലും ക്യാരക്ടർ വിടാതെ ആ ഒരു ഗെയിമിനെ കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് തന്നെ ജാസ്മിൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ശ്വേത ഇവരെ കൺഫ്യൂഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്വേത അവിടെ നിന്ന് ബാക്കിയുള്ളവർക്ക് ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. പ്രസന്റ് മൊമെന്റിൽ കളിക്കണം, നിങ്ങൾക്ക് ഇതിനപ്പുറം മറ്റൊരു ലൈഫ് ഉണ്ട്, ഇതെല്ലാം നിങ്ങളുടെ ലൈഫിന്റെ എൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം
സാബു ഗബ്രിയുടെ മാല ജാസ്മിന്റെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കുന്നുണ്ട്. പക്ഷേ കൺഫെഷൻ റൂമിൽ പോയി വന്നതിന് ശേഷം ജാസ്മിൻ ആ മാല ചോദിക്കുമ്പോൾ അത് ബിഗ് ബോസ് ചോദിച്ചു കൊടുത്തു എന്നുള്ളതാണ് സാബു പറയുന്നത്. ശ്വേതയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാണ്. അപ്പൊ പക്ഷേ അവരുടെ കയ്യിൽ ആ മാലയുണ്ട്. അപ്പൊ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഈ ടാസ്ക് കഴിയുമ്പം അല്ലെങ്കിൽ നമ്മൾ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ പോകുമ്പം ആ ഒരു ടൈമിൽ നമുക്ക് തിരിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിലൊരു കോൺവെർസേഷൻ വരുന്നുണ്ട്. ആ ഒരു മാലയുടെ പേരിൽ ഓർത്തോർത്ത് വിക്കിപ്പൊട്ടി കരയുന്നുണ്ട് ജാസ്മിൻ. എന്തായാലും എപ്പിസോഡിന്റെ അവസാനത്തിൽ ശ്രീരേഖ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കറക്റ്റ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പവർ എന്ന് പറയുന്നത് ബന്ധങ്ങളെയും മനുഷ്യനെയൊക്കെ മാറ്റിമറിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ശ്രീരേഖ പറയുന്നത്. ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു പവർ റൂമിന്റെ കോൺസെപ്റ്റിനെ പറ്റിയിട്ട് നോക്കുമ്പം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ആപ്റ്റ് ആയിട്ടുള്ളതാണ്. ആ ഒരു പവർ കയ്യിൽ കിട്ടിയതിന് ശേഷം വളരെയധികം അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് മേലെ ആ ഒരു അധികാരത്തെ പ്രയോഗിച്ചുകൊണ്ട് നിലവിലുണ്ടായിരുന്ന അവർക്കുണ്ടായിരുന്ന ആ ഒരു ഇമേജിനെ തന്നെ മാറ്റിമറിച്ച് മറ്റൊരു 4 ആളുകളാണ് ഇപ്പോൾ ആ വീട്ടിൽ ഉണ്ടായിട്ടുള്ളത്. പ്രേക്ഷകരെ സംബന്ധിച്ച് പുതിയതായിട്ടുണ്ടായ ഒരു 4 ആളുകളെ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതുവരെ ഉണ്ടായിരുന്നവരേ ആയിരുന്നില്ല. ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ടുകൊണ്ട് ഷെല്ലിൽ നിന്നുകൊണ്ടിരുന്ന ആളുകൾ ഷെല്ലൊക്കെ പൊട്ടിച്ച് പുറത്തു വന്നിരിക്കുന്നതാണ്. അത് ഒരു കണക്കിന് സേഫ് ഗെയിം എന്നുള്ളതിൽ നിന്ന് പുറത്തു വന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെ അത് ഒരു മോശം തരത്തിൽ ഭയങ്കര ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു പവർ റൂമാണ് ഇത് എന്നുള്ള തരത്തിൽ. ഇത്രയും മോശം പവർ റൂം ഉണ്ടായിട്ടില്ല. പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പുലർത്തുന്ന പവർ റൂം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്.